അസ്സലാമു പ്രിയ എസിൻ്റെ നനയാത്ത മഴ എന്ന മഴയനുഭവമാണ് നമ്മൾ വായിച്ചു കൊണ്ടിരിക്കുന്നത്. കുട്ടിക്കാലത്ത് മഴയുടെ സൗരഭ്യം ആസ്വദിക്കാനോ സൗന്ദര്യം നുണയാനോ കഴിയാത്തൊരു പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സോടെയാണ് പ്രിയ എസ് ഈ അനുഭവം എഴുതാനിരിക്കുന്നത്. അതിൻ്റെ നോവുകളും സന്താപങ്ങളുമെല്ലാം കഴിഞ്ഞ പാഠഭാഗത്ത് നമ്മൾ വായിച്ചു കഴിഞ്ഞു. സ്കൂൾ കാലത്ത് മഴ അനുഭവിക്കാനല്ലാതെ മഴ കാണാൻ മാത്രം വിധിക്കപ്പെട്ടവരായിരുന്നു ആ പിഞ്ചു കുഞ്ഞ്. അതിൻ്റെ ബാക്കി ഭാഗം ഇങ്ങനെയാണ്. അമ്മയുടെ സഹപ്രവർത്തകരായ എൻ്റെ അധ്യാപകരെല്ലാം ചേർന്ന് അസുഖക്കാരിയായി എനിക്ക് ചുറ്റും വേലി കെട്ടിയിരുന്നു. കുട്ടിക്കാലത്തിൻ്റെ സ്വാതന്ത്ര്യവും കുസൃതിയും പുറത്തെടുക്കാൻ അവസരം കിട്ടാതിരുന്ന കഷ്ടകാലങ്ങളിൽ ഒരു കൊച്ചല്ലേ പാവം, ഇത്തിരി കുസൃതി അതും കാണിച്ചോട്ടെ എന്ന സ്നേഹ വായ്പായി ഞാൻ ആ മഴകളെ ഇന്നു തർജ്ജമ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ സ്കൂളിലുള്ള അധ്യാപകരെല്ലാം എൻ്റെ അമ്മയുടെ സഹപ്രവർത്തകർ കൂടിയായിരുന്നു. അമ്മയും അവരും ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. അതാണ് സഹപ്രവർത്തകർ, ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരായിരുന്നു. അപ്പോൾ അവരൊക്കെ എനിക്ക് ചുറ്റും വേലി കെട്ടിയിരുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ മഴയിലേക്ക് ഇറങ്ങുമ്പോൾ അവരൊക്കെ തടയാനുണ്ടായിരുന്നു. വേലി കെട്ടുക എന്നതാണല്ലോ, നമ്മൾ മറ്റൊരിടത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയാണല്ലോ വേലി കെട്ടുന്നത്. ആടുകൾക്കും പശുക്കൾക്കൊക്കെ വേലി കെട്ടുന്ന പോലെ. അപ്പം ഞാൻ മഴയിലേക്ക് പോവാതെ എനിക്ക് വേലി കെട്ടിയിരുന്നു പറഞ്ഞാൽ എനിക്ക് തടസ്സം സൃഷ്ടിച്ചിരുന്നു. അപ്പോൾ അന്ന് ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ്, അന്ന് ആ മഴ, ആ പെയ്യുന്ന മഴയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, അത് കുഞ്ഞല്ലേ, അതിനൊന്ന് പുറത്ത് വിട്ടോട്ടെ, എന്നെ ഒന്ന് ആസ്വദിച്ചോട്ടെ എന്ന് മഴയൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടാവുമെന്ന്. മഴയുടെ ആ ചാറ്റൽ അതായിരുന്നു പറഞ്ഞിരുന്നത് എന്ന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യാണ്. അതൊരു ആലങ്കാരിക പ്രയോഗമാണ്, ഒരു സാഹിത്യ പ്രയോഗമാണ്. അന്ന് മഴ അങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഇന്ന് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ മഴയുടെ ഭാഷയെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. മഴയുടെ ഭാഷ പറഞ്ഞാൽ ചാറ്റൽ മഴയാണ്, അല്ലെങ്കിൽ കുത്തിച്ചൊരിഞ്ഞുള്ള മഴയാണ്. അതിന് ഓരോന്നിനും ഓരോ ഭാഷ ഉണ്ട്. ശക്തമായ മഴയ്ക്ക് ഒരു അതിപ്രഹരത്തിൻ്റെ, ഒരു ദേഷ്യത്തിൻ്റെ ഭാഷയുണ്ട്. വളരെ ലാഘവത്തോടെ ലോലമായിട്ട് പെയ്യുന്ന മഴയ്ക്ക് സ്നേഹത്തിൻ്റെ ഭാഷയുണ്ട്. അതൊക്കെയാണ് കഥാകാരി പറയുന്നത്. കുട്ടിക്കാലത്തിൻ്റെ സ്വാതന്ത്ര്യവും കുസൃതിയും പുറത്തെടുക്കാൻ അവസരം കിട്ടാതിരുന്ന ആ കഷ്ടകാലങ്ങളിൽ, ആ കാലത്തെ ഞാൻ ചെറുപ്പകാലത്തെ കഷ്ടകാലം എന്നാണ് പറയുക. അപ്പോൾ ആ കാലങ്ങളിൽ ഒരു കൊച്ചല്ലേ പാവം, അതൊരു കുട്ടിയല്ലേ, ഇത്തിരി കുസൃതി അതും കാണിച്ചോട്ടെ എന്ന സ്നേഹവായ്പ്, സ്നേഹപ്രകടനം, സ്നേഹവായ്പ പറഞ്ഞ സ്നേഹം നൽകൽ ആയിട്ട് ഞാൻ ആ മഴകളെ ഇന്ന് തർജ്ജമ ചെയ്യുകയാണ്. പിന്നെ മഴ എനിക്കിഷ്ടമാണെങ്കിലും മഴയോട് പിണങ്ങിയ അനുഭവവും എനിക്കുണ്ട്. മഴയോട് അതിഭയങ്കരമായി പിണങ്ങിയിട്ടുമുണ്ട് ഒരിക്കൽ. ഞങ്ങളുടെ നാട്ടിൻപുറ സിനിമാ കൊട്ടകയിൽ, സിനിമാ ഹാളിൽ, സിനിമാ തിയേറ്ററിനാണ് സിനിമാ കൊട്ടക എന്ന് പറയുക. നാട്ടിൻപുറം എന്ന് പറഞ്ഞാൽ അല്ലേ, നമ്മുടെ ഗ്രാമത്തിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ കൊട്ടക. ഏത് നിമിഷവും മാറിപ്പോയേക്കാവുന്ന മട്ടിൽ നവംബറിൻ്റെ നഷ്ടം എന്ന സിനിമ വന്നു. നവംബറിൻ്റെ നഷ്ടം എന്ന പേരിലൊരു സിനിമ ഞങ്ങളുടെ കൊട്ടകയിൽ വന്നു. അച്ഛനും അമ്മയും അനിയനും ഞാനും കൂടി ഒരുങ്ങിയിറങ്ങി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഏത് നിമിഷവും മാറിപ്പോകും. ഇന്ന് ഈ സിനിമയാണെങ്കിൽ നാളെ വേറൊരു സിനിമയായിരിക്കും. ഓക്കെ, അങ്ങനെ ഞാനും അച്ഛനും അമ്മയും അനിയനും 4 പേരും ഒരുങ്ങിയിറങ്ങി. പക്ഷേ ഇത്തിരി ദൂരം നടന്നപ്പോഴേക്കും അതിഘോര മഴ, ഘോരം എന്ന് പറഞ്ഞാൽ ശക്തം, അതിശക്തമായ മഴ. ഒരു കാലടി മുന്നോട്ട് വെക്കാനാകാതെ, ഓട്ടോ കൈക്കാട്ടി വിളിക്കാൻ പോലും ആകാതെ ഞങ്ങൾ ഏതാണ്ടൊരു മണിക്കൂർ നേരം കനത്ത പുക പോലെ റോഡിലൂടെ ഓടിപ്പാഞ്ഞ് കുലം കുത്തി ഒഴുകുന്ന മഴയ്ക്ക് ദൃക്സാക്ഷികളായി. പുക പോലെയാണ് ആ മഴ ഓടുന്നത് എന്നാണ് പറയുന്നത്. ഒന്നും കാണുന്നില്ല ആ മഴയിൽ. ഒരു പുക വരുമ്പോൾ അങ്ങനെയാണല്ലോ, അപ്പുറത്തുള്ളത് കാണൂലല്ലോ. അതുപോലെ ഏതാണ്ട് ഒരു മണിക്കൂർ ഞങ്ങൾ ഒരു റോഡ് സൈഡിലിരുന്ന് ഒരു ചായ്പിലോ അല്ലെങ്കിൽ എന്താ നമ്മൾ പറയുക, ഒരു കടയുടെ ഓരത്തോ ഇരുന്ന് ആ മഴ മുഴുവൻ കണ്ടു. ദൃക്സാക്ഷി പറഞ്ഞാൽ, ദൃക്ക് പറഞ്ഞാൽ കണ്ണ് എന്നാണ്. കണ്ണ് കൊണ്ട് സാക്ഷിയാവുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കണ്ടു. ആ മഴ ആയിരുന്നു അന്ന് ഞങ്ങളുടെ സിനിമ. അപ്പം നവംബറിൻ്റെ നഷ്ടമായിരുന്നില്ല ഞങ്ങൾ അന്ന് കണ്ട സിനിമ. 1 മണിക്കൂർ നേരം ഞങ്ങൾ കണ്ട സിനിമ യഥാർത്ഥ റിയലായിട്ടുള്ളൊരു മഴയായിരുന്നു. പിറ്റേന്ന് ആ സിനിമ മാറിപ്പോയി. അന്ന് ഏതായാലും നവംബറിൻ്റെ നഷ്ടം കാണാൻ പറ്റിയില്ല. പിന്നെ പിറ്റേ ദിവസം പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേനും നവംബറിൻ്റെ നഷ്ടം സിനിമ കൊട്ടകയിൽ നിന്ന് പോയിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു പിണക്കവും എനിക്ക് മഴയോടുണ്ടായിട്ടുണ്ട്, ആ സിനിമ കാണാൻ എനിക്ക് അവസരം ലഭിക്കാത്തതിൽ. അടുത്തത് ചരൽ പോലെ കൂർത്തു നിൽക്കുന്ന ഒരു മഴ. ചരൽ അങ്ങനെയാണല്ലോ, ചരൽ കല്ലുകൾ
കൂർത്തിങ്ങനെ നിൽക്കില്ല, നമുക്ക് ചെരുപ്പിടാതെ നടക്കാൻ പറ്റില്ല എന്ന പോലെ പെയ്ത ഒരു മഴയും എൻ്റെ ഓർമ്മയിലുണ്ട്. കൂർത്ത് നിൽക്കുക പറഞ്ഞാൽ, എൻ്റെ ഓർമ്മയിൽ കൂർത്ത് നിൽക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് അത്ര ഇഷ്ടമല്ലാത്തൊരു മഴ, അതാണ് ഉദ്ദേശം. ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും നോവും. ആ മഴ ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും വേദനയാണ്. അതെപ്പോഴാണെന്ന് ചോദിച്ചാൽ പ്രീ ഡിഗ്രി +2 കഴിഞ്ഞ് +2 റിസൾട്ട് വന്ന സമയം ഞാൻ ആശുപത്രിയിലാണ്. എൻ്റെ കാലിൽ നീര് വന്ന് വീർത്ത് കിടക്കുകയാണ്. ആശുപത്രിയിലാണ് ഞാൻ. അപ്പോൾ ഇനി സ്വാഭാവികമാണ്, +2 കഴിഞ്ഞാൽ ഇനി എന്തു ചെയ്യണമെന്നായിരിക്കും അടുത്ത ചോദ്യം. മലയാളം വേണോ ഇംഗ്ലീഷ് വേണോ, അതാണ് ഒരു സംശയം. ഏത് കോളേജ് വേണം എന്നൊക്കെ സ്വയം ചോദിച്ച് സ്വയം തീരുമാനിച്ച് അമ്മ പരപ്പൻ അപേക്ഷകൾ പൂരിപ്പിച്ചയച്ചു. അല്ലേ, അന്നത്തെ കോളേജുകൾക്കൊക്കെ അത് അയച്ചു കൊടുക്കണം. പരപ്പൻ എന്ന് പറഞ്ഞാൽ നീണ്ട വലിയ എന്തോ അപേക്ഷാ ഫോറമൊക്കെ ആയിരിക്കും ഉണ്ടാവുക. അതൊക്കെ പൂരിപ്പിച്ചിട്ട് അയച്ചു. പക്ഷെ എനിക്കൊന്നിലും താല്പര്യം ശേഷിച്ചിരുന്നില്ല. വേദനയുടെ പൂക്കാലം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തുമ്പോൾ എനിക്ക് നടക്കാൻ വയ്യ. എന്തായാലും വേദനയുടെ പൂക്കാലം എന്നാണ് പറയുന്നത്, അല്ലേ? അത് പൂത്ത് നിൽക്കുന്ന പോലെയാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ള സമയമായിരിക്കും പൂക്കാലം, പക്ഷേ എനിക്കതൊരു വേദനയാണ്. അപ്പോൾ വേദനയുടെ പൂക്കാലം കഴിഞ്ഞ് തിരികെ വീട്ടിലെത്തി ഞാൻ. അഥവാ ഹോസ്പിറ്റലിൽ നിന്ന് അഡ്മിറ്റൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജായിട്ട് ഞാൻ വീട്ടിലെത്തി. എനിക്കപ്പോൾ നടക്കാൻ വയ്യ, കാരണം വേദനയെ പോയിട്ടുള്ളൂ, നീര് പോയിട്ടില്ല. എൻ്റെ ഈർക്കിളിക്കാല് മുഴുവൻ നീര്. ഈർക്കിളിക്കാല് ആകെ മെലിഞ്ഞ ഒരു കാലാണ്, അത് മുഴുവൻ നീര്, മന്തുപോലെ നീര്. വെയിൻ കിട്ടാതെ വന്ന് കട്ട് ഡൗൺ ചെയ്ത് നീര് വെച്ച് വീങ്ങിയതാണ്. മുടന്തിക്കുട്ടിയോ എന്ന അയൽമുറിക്കാരുടെ സംശയം. അന്ന് ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന അടുത്ത അയൽമുറി എന്ന് പറഞ്ഞാൽ അടുത്ത മുറിയിലുള്ള ആളുകളൊക്കെ ഇതൊന്ന് മുടന്തിക്കുട്ടിയാണോ എന്ന് സംശയിക്കാൻ തുടങ്ങി. എന്തായാലും അങ്ങനെ എനിക്കെന്താ അഡ്മിഷൻ കിട്ടിയത് മഹാരാജാസിൽ നിന്നാണ്. അങ്ങനെ BA ഇൻ്റർവ്യൂവിന് അമ്മയാണ് അപേക്ഷ അയച്ചു കൊടുത്തത്. ഇൻ്റർവ്യൂവിന് മഹാരാജാസിൽ നിന്ന് കാർഡ് വന്നു. എനിക്കപ്പോഴും കാൽ നിവർക്കാൻ കഴിയുമായിരുന്നില്ല. കാലൊന്ന് നിവർത്തി വെക്കാൻ പോലും എനിക്കപ്പോൾ കഴിയുമായിരുന്നില്ല. അമ്മ എന്നെ റെപ്രസെൻ്റ് ചെയ്യാമെന്ന ആലോചന, എനിക്ക് പകരം അമ്മ പോകാം എന്ന ആലോചന. ഞാനില്ലാതെ നടക്കുമോ, അഡ്മിഷൻ നടക്കുമോ എന്ന് എനിക്ക് വേവലാതിയുണ്ട്. ഞാൻ തന്നെ പോകേണ്ടി വരുമോ എന്നുള്ള വേവലാതിയുണ്ട്. ഓക്കെ, എന്തായാലും അതിനിടെ ഒരു മഴ. അങ്ങനെ കാത്ത് ഇപ്പോൾ ഇതിനു മുമ്പ് ഏത് കോളേജാണ് കിട്ടുകയെന്നായിരുന്നു. മഹാരാജാസ് കിട്ടിയപ്പോൾ ഇൻ്റർവ്യൂവിന് ഇപ്പോൾ ഞാൻ പോകണോ അമ്മ പോകണോ എന്നുള്ള സങ്കടം. അതിനിടെ ഒരു മഴ, ഊക്കൻ മഴ, ശക്തമായ മഴ, നനഞ്ഞ് മുടിയഴിച്ചാടുന്ന യക്ഷിമഴ. യക്ഷിയെപ്പോലെ മുടിയൊക്കെ അഴിച്ചിട്ടാടുന്ന പോലെ 4 ഭാഗത്തുമുള്ള മരങ്ങളൊക്കെ കുലുങ്ങി പെയ്യുമാറുള്ള മഴ. അച്ഛന് നുരയുന്ന സന്തോഷം. നുരയുക എന്ന് പറയുന്നത്, അല്ലേ, നമ്മളിപ്പോൾ ഒരു 7-അപ്പിലൊക്കെ ഒരു ഉപ്പിൻ്റെ കഷ്ണിട്ട് നുരഞ്ഞു പൊന്തുമല്ലോ, സോഡ കുപ്പിയിലൊക്കെ നുരഞ്ഞു പൊന്തുന്ന പോലെ മഴ, സന്തോഷം. അച്ഛൻ മഴയുടെ വലിയ ആളാണ്. ആ മഴ വലിയ ഇഷ്ടമുള്ള ആളാണ്. അച്ഛൻ എൻ്റെ മുറിയിലേക്ക് തല നീട്ടി പറഞ്ഞു, എന്തൊരു മഴ, കിഴക്കേ പുറത്ത് ചെന്ന് നിന്ന് കാണണം, എന്തൊരു ഭംഗി നമ്മുടെ പൂക്കാത്ത മരത്തിന് എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാനതിന് പ്രതികരിക്കുന്നതാണ് അച്ഛൻ കരുതിയത്, കാരണം എനിക്കും മഴ ഇഷ്ടമാണല്ലോ. പക്ഷെ വേണമെന്നോ വേണ്ടെന്നോ ഞാൻ പറഞ്ഞില്ല. ഒരു തരി ഭാവഭേദം. ഭാവം എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്തുണ്ടാകുന്ന ഇമോഷൻസാണ് ഭാവം. സന്തോഷം ഉണ്ടാകുമ്പോൾ ഇമോഷൻ, അല്ലേ? ഭാവഭേദം എന്ന് പറഞ്ഞാൽ ഭാവവ്യത്യാസം. ഒരു ഭാവഭേദമില്ല, കരച്ചിലുമില്ല, സന്തോഷമില്ല, ഒന്നുമില്ല. ഭാവമില്ലാതെയാണ് ഞാൻ അങ്ങനെ കിടന്നു. അച്ഛൻ എന്നെ അല്പനേരം നോക്കി നിന്നിട്ട് എൻ്റെ അടുത്തുനിന്ന് ഉത്തരമൊന്നും കിട്ടാതായപ്പോൾ തിരിച്ചു പോയി. ഇത്തിരി കഴിഞ്ഞ് അച്ഛൻ തിരിച്ചു വന്നു. കിഴക്കേ പുറത്ത് ചാരു കസേര എടുത്തിട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് എന്നെ കൈകളിൽ കോരിയെടുത്ത് കൊണ്ടുപോയി അതിലിരുത്തി. അങ്ങനെ മഴയും ഞാനും മുഖത്തോട് മുഖം നോക്കി അങ്ങനെ മഴ തീരും വരെ. കണ്ണിറയെ കണ്ടു ആ മഴ എന്ന് പറയാനാവില്ല, കാരണം എനിക്ക് കണ്ണ് നിറയെ മഴ കണ്ടു എന്ന് നമ്മൾ പറയല്ലോ, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. കാരണം അന്ന് എനിക്ക് ഭയങ്കര സങ്കടമുള്ള സമയമായിരുന്നു. എൻ്റെ കാലുകൊണ്ട് നടക്കാൻ വയ്യ, പിന്നെ മഹാരാജാസിൽ അഡ്മിഷൻ കിട്ടുമെന്നുള്ള ഭയം, അങ്ങനെ ഒരുപാട് വേദന. അതുകൊണ്ട് എൻ്റെ കണ്ണിലും മഴയായിരുന്നു. അപ്പോൾ മഴ നിറഞ്ഞ കണ്ണിൽ നിന്ന് എനിക്ക് നോക്കിയാൽ മഴ കാണാൻ പറ്റില്ല, പുറത്ത് മഴ കാണാൻ പറ്റില്ല. എൻ്റെ കണ്ണിലും മഴയായിരുന്നല്ലോ. എൻ്റെ കണ്ണിൽ കണ്ണീർ മഴയാണ്. അന്ന് മഴ കഴിഞ്ഞ് ഞാൻ വിതുമ്പി കരഞ്ഞു. രാത്രിയിൽ തലയിണയിൽ മുഖമമർത്തിക്കൊണ്ട് ഇരുട്ടിനോട്, എന്തിനെന്നെ ഇങ്ങനെ, നമ്മൾ പറയില്ല, എന്തിനെന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നത്, എന്തിനെന്നെ ഇങ്ങനെ പരീക്ഷിക്കുന്നത് എന്ന് ചോദിച്ചു. മതി വരുവോളം കരഞ്ഞു. ഇന്നും മഴ കാണുമ്പോൾ വേദനയുടെ ആ മഴക്കാലം ആർത്തിരമ്പി ഓർമ്മയിലേക്ക് വരുന്നു.
ഇന്നും ഇപ്പോൾ ഞാൻ വലുതായി, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, ജോലിയായി, പക്ഷെ ഇപ്പോഴും ആ മഴ കാണുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയാണ്, പഴയ ഓർമ്മയാണ്, ആ വേദനയുള്ള ഓർമ്മയാണ്. പിന്നെ ഞാൻ അന്നത്തെ കാലം കഴിഞ്ഞ് പിന്നെ കുറേ കാലങ്ങൾ ജീവിച്ചു. അന്ന് കുറേ മഴകൾ കാണാതെ പോയി, കുറേ മഴകൾ കേൾക്കാതെ പോയി. ചിലപ്പോൾ ഞാൻ എന്തെങ്കിലും ജോലിയായിരിക്കും, അപ്പോഴായിരിക്കും പുറത്ത് മഴ, അല്ലേ? കാണാ മഴകളും കേൾക്കാ മഴകളും, കാണാത്ത മഴകളും കേൾക്കാത്ത മഴകളും പാറുന്ന മഴകളും കടന്ന് ഞാൻ ഒരു നടുമുറ്റത്തിൻ്റെ സ്വാതന്ത്ര്യത്തിലാണോ? അപ്പം എനിക്ക് സ്വാതന്ത്ര്യമുണ്ടോ അതിനൊക്കെ? വിശ്വസിക്കാൻ വിഷമം. ചാരു കസേരയിലിരുന്ന് കണ്ട വേദന മഴ, അത് കഴിഞ്ഞു പോയോ? ഇനി എനിക്ക് അങ്ങനത്തെ ഒരു വേദനയുള്ള മഴ ഉണ്ടാവുമോ? ഉണ്ടാവരുതെന്നാണ് ആഗ്രഹം, അഥവാ എനിക്ക് പറയാൻ കഴിയില്ല. ഏതോ ഒരാൾ മലയിറങ്ങി മഴയിൽ ഒഴുകി വരും. ആ കൈകോർത്ത് ഞാൻ ആലോചിക്കുകയാണ്, ഒരാൾ ഈ മഴയിൽ ഇങ്ങനെ ഒലിച്ചു വരും, എന്നിട്ട് അയാളുടെ കൈ കോർത്ത് പിടിച്ച് മലയുടെ ചുവട്ടിലെ സമനിരപ്പിലൂടെ പിന്നെ അതിനപ്പുറമുള്ള ചെരുവിലേക്ക് ഓടിയിറങ്ങണം എന്ന് ലീലയോടും ഉണ്ണിയോടും രാധാകൃഷ്ണരോടും ഒക്കെ ഞാൻ പുലമ്പുന്നു. അത് കുഞ്ഞുങ്ങളാവാം, അല്ലെങ്കിൽ വീട്ടിലുള്ള ആരെങ്കിലും ഒക്കെ ആയിരിക്കാം. അപ്പോൾ ആരെങ്കിലുമൊക്കെ എന്നെ കൂട്ടി മഴ പെയ്യുന്ന ഈ സമയത്ത്, എനിക്കിപ്പോൾ വയസ്സൊക്കെ ആയി, കുറേ ആയി, പക്ഷേ മഴ കൊള്ളാൻ വേണ്ടി മലയുടെ ചുവട്ടിലൂടെ ഓടിയിറങ്ങുന്നത് എനിക്കിങ്ങനെ ആഗ്രഹമുണ്ട്. അതിങ്ങനെ ഞാൻ പുലമ്പാണ്. എനിക്ക് ഇപ്പോഴാണല്ലോ, ഈ വയസ്സാം കാലത്താണല്ലോ അന്നത്തെ കുട്ടിയെപ്പോലെ ആവാൻ തോന്നുന്നത്. കാരണം കുട്ടിക്കാലത്ത് എനിക്ക് കുട്ടിയാവാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടിക്കാലത്തിൻ്റെ സ്വാതന്ത്ര്യവും കുസൃതിയൊന്നും അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴാണ് ആ സ്വാതന്ത്ര്യം കിട്ടുക. അപ്പോൾ പറയുകയാണ്, എനിക്ക് ഈ കുട്ടിക്കാലം ഈ വയസ്സാം കാലത്താണല്ലോ എന്നെനിക്ക് ചിരി വന്നു. അപ്പോൾ എനിക്ക് ചിരിയാണ് വരുന്നത്. പക്ഷേ ആ ചിരി നല്ല മധുരമുള്ള ചിരിയല്ല, ഉപ്പ് ചുവക്കുന്ന, ഉപ്പ് രസമുള്ള ചിരിയാണ്. ഉപ്പ് എന്ന് പറയുന്നത് കണ്ണീരിൻ്റെയാണ്, അല്ലേ? ചിരിയുടേത് ശരിക്കും മധുരമാണ്, പക്ഷെ കണ്ണീര് നിറഞ്ഞ ഒരു ചിരിയാണ് എനിക്കിപ്പോൾ വരുന്നത്. അങ്ങനെ ഉണ്ടാവില്ല നമുക്ക്, വേദനയിൽ വരുന്ന ചിരി, സ്വയം പുച്ഛത്തോടെയുള്ള ചിരി. അത് പ്രിയ ASൻ്റെ മഴ അനുഭവക്കുറിപ്പാണ് നമ്മൾ വായിച്ചു കഴിഞ്ഞത്. അടുത്ത ക്ലാസ്സിൽ അതിൻ്റെ ചോദ്യോത്തരങ്ങളും ബാക്കി ഭാഗങ്ങളും നമുക്ക് പരിശോധിക്കാം. പറയാവുന്ന വാക്കർത്ഥങ്ങളൊന്നുമില്ല. ഈ കഥ കേട്ട് ഓരോ വാക്കിൻ്റെയും അർത്ഥം എഴുതിയെടുക്കുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.